സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ബീഹാർ 2025 ഇലക്ഷൻ റിസൾട്ട് അങ്ങനെ പരിപൂർണമായ ഏതാനും നിമിഷങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളിൽ മാത്രമേ ഉള്ളൂ. തൽക്കാല സ്ഥിതി വിവര കണക്കനുസരിച്ച് ബീഹാറിൽ മൊത്തം ഉള്ള സീറ്റ് എന്ന് പറയുന്നത് 243 അപ്പോൾ അതിൽ ഇന്ത്യ സഖ്യത്തിന് 79 സീറ്റും NDA സഖ്യത്തിന് 160 സീറ്റുമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ചില ചെറിയ പാർട്ടികൾ അടങ്ങുന്ന മറ്റ് പാർട്ടികൾക്കെല്ലാം കൂടെ 4 സീറ്റ്, അങ്ങനെയാണ് ഇപ്പോഴത്തെ കണക്ക് ലേറ്റസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്താലും ശരി, ജനവിധി എന്ന് പറയുന്നത് മാറ്റിമറിക്കാനും അതിൽ കള്ളത്തരം കാണിക്കാനും എല്ലാം NDA എന്ന് പറയുന്നത് നേരത്തെ ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിച്ചു. ഡൽഹി സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയകളും ആളുകളും ബാക്കിയുള്ള ഭരണ സംവിധാനങ്ങളും അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് പിന്നെ വോട്ട് പെട്ടികൾ തന്നെ പിന്നെ മറിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ ഇന്നലെയും മെനങ്ങാന്നുമായിട്ടൊക്കെ ടെലിവിഷനിലൊക്കെ വന്നതാണ്. എന്തായാലും ശരി, ജനവിധി എങ്ങനെയാണ് എന്ന് നമുക്ക് 100% സത്യസന്ധമായി പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇന്നത്തെ ഇന്ത്യയിലെ ഭരണ വ്യവസ്ഥിതി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ശരി, ബീഹാറിലെ ജനങ്ങൾക്ക് ഞങ്ങൾ ആശംസകൾ നേരുകയാണ്. ഇവിടെ ഇപ്പോൾ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണോ ഇനി BJPയുടെ നേതൃത്വത്തിലാണോ അവിടെ ഒരു പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് നമുക്ക് പറയാനൊക്കില്ല. കാരണം ഇതുവരെ നിതീഷ് കുമാർ ആയിരുന്നു മുഖ്യമന്ത്രി. ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വന്നിരിക്കുന്നത് BJP ആണ്. അപ്പോ എന്തായാലും ശരി, നമുക്കിനി കാത്തിരുന്ന് കാണാം. എല്ലാ ഭാവുകങ്ങളും പുതിയ ഗവൺമെന്റ് നേരുകയാണ്. ജനവിധി അട്ടിമറിക്കപ്പെട്ടു എന്നാണ് സാധാരണ ജനങ്ങൾ ഇവിടെ ചിന്തിക്കുന്നതും അഭിപ്രായപ്പെടുന്നതും. അപ്പോൾ വോട്ടുകളുള്ള ഹരിയാനയിൽ നടന്നു, ഡൽഹിയിൽ നടന്നു, ബാക്കി UPയിൽ നടന്നു, അങ്ങനെ മഹാരാഷ്ട്രയിൽ നടന്നു. വോട്ടുകൊള്ള നടന്നില്ലെങ്കിൽ അവർ ആളുകളെ പൈസ കൊടുത്തു പിന്നെ MLA-മാരെയും ബാക്കിയുള്ള ഭരണം നേടിയെടുക്കാൻ വേണ്ടി അവരെ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതാണ് BJPയുടെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് മുടക്കാൻ വേണ്ടി ലക്ഷങ്ങളും കോടികളും ആവശ്യം പോലെ അവർക്ക് കൊടുക്കാനായിട്ട് ആളുണ്ട്. ഈ രാജ്യത്തെ മുതലാളിമാര്, അതായത് ഇന്ത്യ ഭരിക്കണം, ആര് ഭരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഗുജറാത്തുകാരാണ്. 2 ഗുജറാത്തി ഭരണാധികാരികളും 2 ഗുജറാത്തിയിലെ വ്യവസായ വമ്പന്മാരും ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും കോൺട്രാക്ട് ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്